അപ്പോൾ പാലക്കാടാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്. അപ്പോൾ UDF ഏകദേശം രമേശ് പിഷാരടിയാണ് വരിക എന്നുള്ളൊരു സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. രമേശ് പിഷാരടിക്ക് ഒരു 2 ഇമേജ് ഉണ്ട് മലയാളികളുടെ ഉള്ളിൽ. ഒന്നൊരു അഭിനേതാവാണ്, രസകരമായി നമ്മളെ ചിരിപ്പിക്കുന്ന ഒരാളാണ്, അതേപോലെ തന്നെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവാണ്. അപ്പോൾ പിഷാരടിയുടെ ഈ ഒരു ഇമേജ് LDF എത്രത്തോളം തകർക്കാൻ സാധിക്കും? കൗണ്ടർ അടിക്കുന്ന ആളാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയുടെ പോപ്പുലാരിറ്റി. അത് കോൺഗ്രസിന് കൗണ്ടറാവാതിരുന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത്. പൊളിറ്റിക്കൽ മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് ഫീൽ ചെയ്താണല്ലോ അതിൻ്റെ ഒരു ഹീറ്റ്. പാലക്കാടിൻ്റെ ചൂട് ഈ മാസത്തിൽ കൂടാൻ പോവുകയാണ് അല്ലെങ്കിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ വീണ്ടാമതും, അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഇപ്പോൾ 2, 3 ഒന്നും നമ്മൾ പറയാറില്ല, വീണ്ടാമതും എന്നല്ലേ പറയും. അപ്പോൾ വീണ്ടാമതും പുറത്തുനിന്നുള്ള ഒരു കാൻഡിഡേറ്റിനെയൊക്കെ കോൺഗ്രസ് അവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണെന്ന് ഭയങ്കര ഡൗട്ട്. അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് BJPയെ ജയിപ്പിക്കണമെന്ന്, അവിടുത്തെ മതേതരവാദികൾക്ക് BJPയുടെ MLA ഉണ്ടാകണമെന്ന് ഒരു തരിമ്പ് പോലും ആഗ്രഹമില്ല. അവിടുത്തെ 65%, 3-ൽ 2 വോട്ടർമാരും BJP വിരുദ്ധരാണ്. അതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ. ആ 3-ൽ 2 വോട്ട്, ഒരു വോട്ട് CPMനും, ഒരു വോട്ട് കോൺഗ്രസിനും, ഒരു വോട്ട് BJPക്ക് ആയാൽ എല്ലാവർക്കും തുല്യ നിലയാണ്. പക്ഷേ അതങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് UDF ജയിച്ച് കയറിയിരുന്നത്. പക്ഷേ പിഷാരടിയുടെ വരവോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ കൂടുതൽ പൊളിറ്റിക്കലായി കാണാൻ ആ മണ്ഡലം ഇഷ്ടപ്പെടും. BJPയെ തോൽപ്പിക്കേണ്ടുന്ന സാധ്യതയിലേക്ക് CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് കോൺഗ്രസ് തന്നിട്ടുണ്ട്. അതിന് വലിയ നമസ്കാരം. പിഷാരടിയുടെ കൗണ്ടറുകളൊന്നും ഫലിക്കില്ലെന്ന് നമുക്ക് കൗണ്ടറിനും കൗണ്ടർ അടിക്കാമല്ലോ.